ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ലിബി ഇതുണ്ടോ മസ്ലാപ്പ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അയച്ചോ ലിബി? ഇതേ ഉള്ളല്ലേ? അപ്പുറത്ത് അയച്ചാൽ താഴെ ഇറക്കി കേട്ടോ. ഇതേ അപ്പുറത്ത് അയച്ചിട്ടു. ഇവിടെ ജിതി നമ്മുടെ വീലിൻ്റെ പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊരിയോ ജിതി? ഇതുണ്ടോ എല്ലാത്തിൻ്റെ അവസ്ഥ കണ്ടോ? ഒന്നും നല്ലതില്ല, എല്ലാം പോലെ. ഇതിന് ആക്ഷൻ ഒന്നുമില്ല. അത് ഇനി എന്ത് ക്ലീൻ ആക്കിയിട്ടാലും ലീക്ക് വരാം. ആണല്ലേ? ക്ലീൻ ആക്കിയിട്ടാലും ലീക്ക് വരും അല്ലേ? ക്ലീൻ ആക്കിയിട്ടാലും ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പോയി അപ്പം ഇവിടെ നമ്മുടെ കൊച്ച് അപ്പോൾ അത് തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ. ബാക്കിയെല്ലാം ആയി. ഇനിയിപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്താൽ മാത്രം മതി. എടാ ഇതിൻ്റെ ആക്ഷൻ എവിടുന്നാണ് വരുന്നത് കാണിച്ചതാണ്. ബ്രേക്കിൻ്റെ പമ്പിങ്, നമ്മുടെ ബ്രേക്ക് സെറ്റും കാര്യങ്ങളും അതാ ഇവിടെ ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലടാ? ഇനിയിപ്പോൾ ഈ സാധനം കയറ്റി ഫില്ല് ചെയ്യുന്നല്ലേ? ഈ ഹോൾ വഴിയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് സെറ്റായിട്ടുണ്ട്. ഇതെന്നെ സംബന്ധിച്ച് ചെറുതായിട്ട് ലേറ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെയാണ്. അതായത് എല്ലാ സംവിധാനം തുരുമ്പെടുത്ത് അഴിക്കാൻ പറ്റാത്ത രീതി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഹോൾ വഴി സെറ്റ് ചെയ്താൽ മാത്രം മതി. ചെറിയ സൗണ്ട് ഉണ്ട്, പിന്നെ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് വീൽ വയറിങ് മാറ്റിയ കേട്ടോ. വീൽ കൊണ്ട് തൊടുന്നതെല്ലാം പോക്കാം ആണല്ലേ ഗൈസ്? ഇതിൻ്റെ എല്ലാം അടിച്ചു പോകുന്നുണ്ട് ഗൈസ്, എല്ലാ സാധനങ്ങളും. ഏതായിട്ട് വീൽ ബെയറിംഗ് എന്ന് പറയുന്ന സംഭവം? അതാ 2 വീൽ ബെയറിംഗ് വരുന്നത്. ബാക്കി പുതിയ മോഡലിലുള്ള സിംഗിൾ ബെയറിംഗ് ആണ് വരുന്നത്. ഇതിന് മാത്രമേ ഡബിൾ ബെയറിംഗ് ഉള്ളൂ. അപ്പോൾ അത് കറക്കി നോക്കിയപ്പോഴാണ് ചേട്ടൻ മനസ്സിലായേ? അതെ അതെ അതെ, കറക്കി നോക്കി. ഒരു ഇതുമില്ല, ഇപ്പൊ കറക്റ്റാ. അപ്പോൾ ഗൈസ് നമ്മുടെ വീൽ ബെയറിംഗ് ഇട്ടിട്ടുണ്ട്. 2 വീൽ ബെയറിംഗ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ കാണുന്ന 2 അതിന്റെ ഇതുള്ളൂ, അല്ല പെയിന്റ് ഒരു വ്യത്യാസമില്ല. ആരെ കൊണ്ടൊക്കെ അടിക്കും, ഒരു വിഷയം. അപ്പം അത് മാറണമല്ലോ ഇത്? അതിൻ്റെ ആണോ ഇളക്കം? സൗണ്ട് നമ്മൾ സ്പീഡിലൊക്കെ ഉണ്ട് ഉണ്ട്, എയർ പിടിക്കുന്ന സൗണ്ട്. അത് 1500 രൂപ തേങ്ങാക്കൊല. അപ്പോൾ ഒരെണ്ണത്തിന് ഇങ്ങനെ വന്നിരിക്കണം. മറ്റൊരു ജിതി ഈ വശത്ത് എങ്ങനെയുണ്ട് ജിതി? ചെക്ക് ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഹാൻഡ് ബ്രേക്കിൻ്റെ പണി കേട്ടോ ചെയ്യണേ. ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ എങ്ങനെ അതിന്റെ കേബിൾ അടിക്കുക? അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ഓക്കെ ഓക്കെ. അപ്പോൾ പഴയ കേബിളും കാര്യങ്ങളും മാറ്റി. ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ബാക്കിയേക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളും കാര്യങ്ങളും മാറ്റി വേണം. അപ്പോൾ ഇപ്പോൾ ഊരിൻ്റെ ഭാഗമായിട്ട് കാണണേ. ടൈറ്റ് ആണോടാ? ഇതൊക്കെ 2 കേബിളാ. ഇത് ഒരു സൈഡിലല്ലേടാ ഇത്? ഇത് ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, അവിടെയാണ് അരിച്ചെടുക്കുന്ന സാധനം. സംവിധാനം കിട്ടിയോ? ഊരി കിട്ടി? 2 സൈഡും കിട്ടി? ഇപ്പം എന്താ ഊരിയപ്പോൾ? ആ സൈഡിലെ കേബിൾ ഊരി, ഈ സൈഡിലും കൂടെ ഉള്ളല്ലേ? പിന്നെ 2 പീസായിട്ടാണ് കേബിൾ വരുന്നത്. 2 പീസായിട്ടാണ് കേബിൾ വരുന്നത്. ഈ ബാക്കോട്ട് 2 ഒരു കേബിളും ഫ്രണ്ടിൽ നിന്ന് ഒരു മെയിൻ കേബിളും, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഊരി എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇതാ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പഴയ ഹാൻഡ് ബ്രേക്ക്. ഇതുണ്ടോ? ഇത് മൊത്തം ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുതിയ സാധനം ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ, പുതിയ ഹാൻഡ് ബ്രേക്ക്. ഇത് പഴയതാണ് കേട്ടോ, പഴയത് കേട്ടോ. അതായത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാൻ പോവാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ കേബിൾ വരുന്നത്. അതും ടൈറ്റാണോ ഇത്? ലോക്കാ? ആ ലോക്ക് അഴിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേ കാണുന്ന ഇവിടെയാണ് നമ്മുടെ സംവിധാനമുള്ളത്. അത് മാറ്റണം ഇനി. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പുതിയ കേബിളാണ് ഈ കാണുന്ന 2 അപ്പോൾ ഇത് 2 കേബിൾ ഏതൊക്കെയായിരുന്നു? ഇത് 2 ബാക്കിലത്തെ 2 വീലിലേക്ക് പോകുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് പോകുന്നത്.
ലിവറേന്ന് ഇതിനകത്തേക്ക് ജോയിന്റ് ആവും. പിന്നെ ഇത് രണ്ട് നമ്മുടെ പഴയ വീലല്ലേ, പഴയ ഇതല്ലേ കേബിള്. അതാ സിമ്പിൾ സിസ്റ്റം തന്നെ. ആ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ ഇത് വലി സാധാ സിസ്റ്റം. നമ്മുടെ വണ്ടിയുടെ അടിക്കാഴ്ച കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ അടിഭാഗമാണ് ഈ കാണുന്നത്. വലിയ പാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടിഭാഗത്ത്. കണ്ടോ സെറ്റപ്പ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ട്. ഇതുണ്ട് ഇവിടെ ലീക്ക് ഉണ്ട് ചെറുതായിട്ട്. അത് സെറ്റ് ചെയ്യണം. നമ്മുടെ അടിയിലെ കേബിള്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ അടിയിലെ പുതിയ കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ അടിഭാഗത്ത്. ഇനിയിപ്പം നമ്മുടെ ആ ലിവറിൻ്റെ അവിടുന്ന് പോകുന്ന കേബിളാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ ഇപ്പം ലിവറിൻ്റെ അവിടുന്ന് പോകുന്ന കേബിൾ നമ്മുടെ കൊച്ചയത്ത് സെറ്റ് ചെയ്യുന്നുണ്ടോ. അത് ഇവിടുന്ന് കൊടുത്തു. ഇനി ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് ആവശ്യം കൊടുക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം ഓക്കെ ആയി അല്ലേ. അതിൻ്റെ ഒരു കേബിളാണ് ഇത് ഇവിടെ വന്നേക്കണേ. ഇതിൻ്റെ ഈ ഒരു അറ്റത്തെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു അറ്റത്തെ ഈ സാധനം അതിൻ്റെ അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതിലേക്ക് ഇടുന്നു, വലിക്കുമ്പോൾ സെറ്റപ്പായിട്ട് കിട്ടും. അതേതാ പഴയ കേബിളല്ലേ ലിവിനെ? ഇത് വലിച്ചിട്ട് വരുന്നില്ല, ഇത് വലിച്ചിട്ട് പറഞ്ഞാൽ ശരിക്കും. അപ്പോൾ ഈ ഒരു സാധനം പഴയത് പോയി അല്ലേ? പോയി. നമ്മുടെ വാഹനത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആണല്ലേ? ആയോ? അതിട്ട് സെറ്റ് ആയി. ഇനിയിപ്പോൾ ഹാൻഡ് ബ്രേക്ക് പടപടേ. ആയോ ജിതി? ഇനി ബേക്കിലിടണോടാ. ഇനി അതുപോലെ തന്നെ ബേക്കിലും ഇട്ട് കഴിഞ്ഞു. നമ്മുടെ പുതിയ മിററൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ മിറർ. മറ്റേ മിറർ വേണ്ടെന്ന് വെച്ചു, വലിയ മിറർ ഏഷ്യറിൻ്റെ. കാരണം ഫൈൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പം ഇത് തന്നെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതുണ്ട് കിട്ടുന്ന സാധനമല്ലേ. ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും സെറ്റ് ആയി. ഇനിയിപ്പോൾ വലിച്ചു നോക്കിയത്. ഇപ്പം വലിക്കാൻ പറ്റുമോ ഇത്? ഓക്കെ, ഇതൊന്ന് വലിച്ചു നോക്കണം. ഉണ്ടോടാ? ആ രാവിലെ വിട്ടാടാ. ആ ഓഹോ കണ്ടോ, അവിടെ വലിക്കുമ്പോൾ ഇത് മേലോട്ടും ഫ്രണ്ടിലേക്ക് ആയി പോകുന്നത്. അപ്പോൾ സെറ്റായി അല്ലേ? അപ്പോൾ ഹാൻഡ് ബ്രേക്ക് സെറ്റായി. അപ്പൊ നമ്മുടെ ഗിയർ ബോക്സിന്റെ അടിയിൽ അയച്ചോണ്ടിരിക്കട്ടെ. അയത്തേട്ടായി ഇവിടെ ഇതല്ലേ അയത്തേട്ടാ വായിക്കുന്നത്? ഇവിടെ അല്ലേ? അപ്പം നമ്മളിപ്പോൾ അഴിക്കാൻ പോകുന്ന സംഭവം എന്തായിരുന്നു? ഇപ്പം പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് അയക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ സംഭവം അല്ലേ? അതായത് ഈ വണ്ടിയുടെ ക്ലച്ച് മാറ്റണമെങ്കിൽ ഇതഴിച്ച് മാറ്റണമല്ലേ? ഇതാണ് ബേക്കിലെ പിടുത്തം കിട്ടുന്ന സാധനമല്ലേ ടയറിന്? അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ ഇതിൻ്റെ ക്ലച്ച് മാറ്റണമെങ്കിൽ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാട്ടോ ക്ലച്ച് ഇരിക്കണേ. അപ്പോൾ ഈ ഗിയർ ബോക്സ് ഊരിയിട്ട് വേണം നമുക്ക് ക്ലച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ ഊരി മാറ്റി, സ്റ്റാർട്ടർ ഇതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗിയർ ബോക്സ് അഴിക്കാനും പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ക്ലച്ച് ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം നമ്മുടെ ഈ സംവിധാനം മാറ്റി ഇതുണ്ടോ, അത് മാറ്റി ഇത് ഊരിയെടുത്തു. ഇനിയിപ്പം അത്രയും കൂടെ ഉള്ളൂ. കൊച്ചേ ഇത് സ്റ്റാർട്ടർ ഊരി എടുത്തല്ലേടാ? ഇതന്നെ വീണ്ടും വേണ്ടി ഇവിടെ അല്ല അത് ഊരിയതിൻ്റെ നമ്മുടെ ഈ ഒരു ഭാഗത്തും സംവിധാനം ഊരണുണ്ട്. അതായത് ഇത് ഇവിടുത്തെ എത്ര ഞെട്ടുണ്ട് ഇവിടെ ബാക്കി താഴെ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ഇതുണ്ടോ, സ്റ്റാർട്ടർ ഊരിയത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് ഊരിയിട്ട് ഇതിൻ്റെ അകത്താണ് സ്റ്റാർട്ടർ ഈ നമ്മുടെ ക്ലച്ച് ഇരിക്കണേ. അപ്പോൾ ക്ലച്ചും കൂടെ മാറുമ്പോൾ പണ്ടത്തെ റിലീസ് ബെയറിങ് മാറിയോടാ? എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്റ്റാർട്ടർ കേട്ടോ, നമ്മുടെ സ്റ്റാർട്ടറാണ് ഈ കാണുന്നത്. ഇതിന് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടണം. പിന്നെ അതുപോലെ ഉണ്ട് ഇവിടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഡ്രമ്മും കാര്യങ്ങളും ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, ഇതിപ്പോൾ രണ്ടുപേരും കൂടി ഇത് ഊരിയെടുത്ത് മാറ്റുന്നു. പിന്നെ നമ്മൾ പുതിയ സൈലൻസ് ഇതാ കിടക്കുന്നു. പിന്നെ ഓവറോൾ എല്ലാ പരിപാടിയും ഇപ്പോൾ അവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും സെറ്റായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളും ഇപ്പോൾ ഇറക്കുവാണ്. ഇത് ഇറക്കിയിട്ട് വേണം നമ്മുടെ ക്ലച്ച് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി. മെയിൻ വരുമ്പോഴൊന്ന് എല്ലാം സെറ്റപ്പാക്കി. എഞ്ചിൻ കട്ടക്കട്ടാണ് അടിക്കണേ. ഇതിൻ്റെ ഫാനൊക്കെ ചെറിയ ഫാനാട്ടോ കണ്ടോ,
ചെറിയ ഫാനാട്ടോ ഇതിൻ്റെ ഫാന്. അതാ അപ്പം നമ്മുടെ ഗിയർ ബോക്സ് ഇതവരെ ഇറക്കുകയാണ്. ഓമയുടെ ഗിയർ ബോക്സ് ചെറിയ ഗിയർ ബോക്സ് കേട്ടോ, ചെറുതല്ലടാ. 800 ഓമയുടെ ഒക്കെ സെയിമാ, വ്യത്യാസമുണ്ട്. അവസാനം നമ്മുടെ സാധനം ഇറങ്ങുവാണ്. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ ഓമയുടെ ഗിയർ ബോക്സ്. ഓഫ് എൻ്റെ പൊന്നെ, എടാ അതിൻ്റെ അടി ഫോൺ ഉണ്ടോ? ഇപ്പം കാട്ടിത്തരാട്ടോ. അങ്ങനെ നമ്മുടെ ഓമയുടെ സാധനം ഇറങ്ങി. അത് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഓമയുടെ ഗിയർ ബോക്സ് ഈ കിടക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണം നമ്മുടെ ക്ലച്ചും സംവിധാനമൊക്കെ മാറാൻ വേണ്ടി. കുറേ സംവിധാനം മാറാനുണ്ടെന്നാണ്. ഏതാടാ? ഓ അതിൻ്റെ അകത്താണോ ക്ലച്ച്? ഓ ഇതാ ക്ലച്ച്. സോറി കേട്ടോ, ഇതാണ് ക്ലച്ച്, ഇത് ഗിയർ ബോക്സ്. ഓക്കെ ഓക്കെ, ഇത് തന്നെ അഴിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്, അല്ല സോറി ക്ലച്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ക്ലച്ച് വരുന്നത് അല്ലേ? അപ്പോൾ റിലീസ് ബെയറിംഗ് ഇതിൻ്റെ ഉള്ളിലാ? ഗിയർ ബോക്സിന്റെ ഉള്ളിൽ അത് ഇതിന്റെ ഉള്ളിൽ കാണാലോ. ഏതാ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. ആ ഇതായിരിക്കുന്നത് റിലീസ് ബെയറിംഗ്. ഇതിപ്പോൾ ഇതിൻ്റെ ആണല്ലേ സൗണ്ട് കേൾക്കുന്നത്? ഒരേ ഒരു സൗണ്ട് ഉണ്ടോ ക്ലച്ച് ആവട്ടെ നേരത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് സംവിധാനം. ഭയങ്കര കഷ്ടപ്പെടണല്ലോ സാധനം ഊരാനല്ലേ? ഇല്ല, ഓമിൻ്റെ ഒന്നും അധികം കഷ്ടപ്പാട് വരുന്നില്ല. ഇല്ലല്ലേ? ഏറ്റവും പാട് ഏത് വണ്ടിയുടെ ഊരാനടാ? ഓരോ വണ്ടിൻ്റെ അനുസരിച്ചിരിക്കും അല്ലേ? അപ്പം നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് ഓമിനിയുടെ. അപ്പോൾ ഈ ഒരു സംഭവം അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച്, നമ്മുടെ പുതിയ ക്ലച്ച് ഇതായിട്ടോ, ആ പച്ച കൂടിനകത്തിരിക്കുന്ന കവറിനകത്തിരിക്കുന്ന അതാണ് നമ്മുടെ പുതിയ ക്ലച്ചും കാര്യങ്ങളൊക്കെ. ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഇത് ഊരി കഴിഞ്ഞ് മാറ്റി അത്രേ ഉള്ളൂടാ? ഇത് ഊരി മാറ്റി വെക്കുന്നു അത്രേ ഉള്ളൂ? ഓക്കെ ഓക്കെ. നമ്മുടെ പുതിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പഴയതാണ് അവിടെ ഇരുന്ന്. ഇതാണ് പുതിയത്, പുതിയ സംവിധാനമാണ് ഈ കാണുന്നത്. പുതിയ ക്ലച്ച്. ഒരു ക്ലച്ചിൻ്റെ വില 1000 ഇവിടെ ഉണ്ടായിരുന്നല്ലോ, 1800 സംതിങ് കേട്ടോ. ഇതിൻ്റെ ഈ സ്ക്രൂ അല്ല, ഞെട്ടല്ലടാ, ഇതിൻ്റെ ഞെട്ട് മൊത്തം ഊരി എടുക്കാൻ ബോൾട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബോൾട്ട് മൊത്തം ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം പുറത്തെടുത്ത് ഇത് മാറ്റാൻ പറ്റും. എടാ ഇതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും? ക്ലച്ച് പോയില്ലോ എന്നൊക്കെ ഇത് ഊരി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി റേസ് ആകുന്നുണ്ടെങ്കിൽ വണ്ടി റേസ് ആകുക, നീങ്ങുന്നില്ലെങ്കിലും ക്ലച്ച് പോയിട്ടൊന്നും തിരിയും. അങ്ങനെ മാറ്റത്. ഇപ്പൊ നിങ്ങൾ ഇത്ര ലോങ് പോകുന്ന റേസ് ഒന്നും പോകുന്നില്ലല്ലോ വണ്ടി. ഇല്ല, നിങ്ങൾ ലോങ് പോകുന്നതുകൊണ്ട് അങ്ങ് മാറ്റിയേക്കാതെ എവിടെയും വെച്ച് വഴിക്കായ പണി. നമ്മുടെ പഴയ ക്ലച്ച് എത്തിയിരിക്കുകയാണ്. അതെങ്ങനെ അറിയുന്ന? അതിന് പോയെന്ന് എന്തെങ്കിലും അറിയാൻ പറ്റൂടാ? ഞാൻ പിടിക്കാം. ഇതേ നമ്മുടെ പഴയ ക്ലച്ചാണ് ഇതാ കാണുന്നത്. ഇങ്ങോട്ടെന്ന് ലിപി ഇപ്പുറം പാടാ. ഇതാട്ടോ നമ്മുടെ പഴയ ക്ലച്ച്. പിന്നെ ഓമിനിയുടെ ക്ലച്ചിനൊക്കെ അത്ര വലിയ കാശില്ല കേട്ടോ, കാരണം 1000 സംതിങ് നമുക്ക് ക്ലച്ച് കിട്ടും. ഇതാണ് സാധനം. ഇതന്നെയല്ല ഇതാ ക്ലച്ച്. ഇതിന് എന്നായിരുന്നു ഇതിന്? ആ ഗീറോയിൽ ഒഴിക്കുന്ന സ്ഥലമാ? ലീക്ക് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പം നമ്മുടെ ക്ലച്ചിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അത് ഇട്ടാൽ മതിയല്ല? ഇത് ഇട്ടാൽ മാത്രം മതി. സ്റ്റാർട്ടിങ്ങിനൊന്നും വിഷയമൊന്നുമില്ല. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ വണ്ടിയിൽ മറ്റേ ക്ലച്ച് പിടിക്കാൻ സൗണ്ട് ഉണ്ടാക്കേണ്ട സാധനം ഇട്ടു. ഇത് എന്തായിരുന്നു വെച്ചിട്ട്? ക്ലച്ച് റിലീസ് ബെയറിങ്. ആ ഈ സൗണ്ട് തന്നെ എല്ലാം അപ്പോൾ ഈ സാധനം പോയതാട്ടോ നമ്മുടെ സൗണ്ട് ആയിട്ട്. അതായത് ക്ലച്ച് റിലീസ് ബെയറിങ്. നമ്മുടെ ക്ലച്ചിന് പഴയ ക്ലച്ചിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ലോങ് പോകുന്നതുകൊണ്ട് മാറ്റുന്നുള്ളൂ അല്ലേ ഏട്ടേ? ചെറിയ രീതിയിലല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ ക്ലച്ച് ഇതേപോലെ കിടപ്പുണ്ട്. അതായത് നമ്മുടെ പഴയ ക്ലച്ചിന് ചെറിയ രീതിയിൽ തേയ്മാനമുണ്ട്. ഇതാട്ടോ നമ്മുടെ പുതിയ ക്ലച്ച്. നമ്മുടെ ലിബന് മറ്റേ എന്താ പറയാ ഗിയർ ബോക്സ് മറ്റേ ടോപ്പ് ഓയിൽ എന്ന് പറയും. ഈ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓയിൽ ലീക്ക് ആയതുകൊണ്ട് അവൻ ക്ലീൻ ആക്കുന്നത് കേട്ടോ.
അപ്പം ലിബി നമ്മുടെ ഈ ഗിയർ ബോക്സ് ഇപ്പം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റാർട്ടർ നമ്മളിപ്പോ പിടിപ്പിക്കുന്നില്ല, ശ്രീജിത്തിനെ കൊണ്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത സ്റ്റാർട്ടറാന്ന് തോന്നുന്നു അല്ലേ? സെക്കൻഡാ? സ്റ്റാർട്ടറിന് ഒരിക്കലും പേര് വരില്ലല്ലോ, നസീർ എന്ന് പറഞ്ഞ ആളുടെ സ്റ്റാർട്ടർ അത് അല്ലേ? ഇനി നന്നാക്കാൻ കൊടുത്താണോ ഏട്ടേ? സാധാരണ ഗുജറിക്കാരൊക്കെയാണ് പേരെഴുതി എന്തേലും ഇതെഴുതിയിട്ട് വിടുന്നത്. ഇവിടെയൊക്കെ നന്നാക്കുമ്പോ പേരെഴുതിയൊന്നും കൊടുക്കലില്ല. ബാറ്ററി പിന്നെ പേരെഴുതലുണ്ട്. അതുപോലെ ബാബു ജോയിൻ സ്റ്റാർ മാറ്റുവാണ്. അതായത് 2 ജോയിൻ സ്റ്റാർ ആണ് ഇതിന് വരുന്നത്. അതായത് പ്രൊപ്പർ ഷാഫ്റ്റിന്റെ ജോയിൻ സ്റ്റാർ ആണ് ഇത്, അത് മാറ്റുവാണ്. ജോയിൻ സ്റ്റാർ നല്ലോണം പോയിട്ടുണ്ടോ ബാബു? പോയിട്ടൊന്നുമില്ല, മുക്കാലേ പോയിട്ടുള്ളൂ. മുക്കാലല്ല, വലിയ കുഴപ്പമില്ല, പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ പോകുമ്പോൾ ബുദ്ധിമുട്ടാകുന്നില്ല. പിന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, സെറ്റ് ചെയ്തു. ജീവനെ അതാണ് ഇതിന്റെ മോനെ ഗിയർ ബോക്സ് ആയിട്ടോ. ക്ലച്ച് പിടിപ്പിച്ച ഇതാണ് ക്ലച്ച്. പുതിയത് മാറ്റി വെച്ചു. ക്ലച്ചും പ്രഷർ പ്ലേറ്റും പിടിപ്പിച്ചു. ഫ്ലൈ വീൽ റിങ് ചെറിയൊരു കട്ട് വീണിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഫ്ലൈ വീൽ റിങ് അത് തന്നെ ഇടുന്നത്. കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി അതിനു വേണ്ടി നമ്മൾ ഇനി അതിന് വെയിറ്റ് ചെയ്യണ്ട. ഗിയർ ബോക്സ് കയറ്റുന്നത് മറ്റേ അജിത്തും ജിബിനുമാണ്. ഒമിനിയുടെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഈസി ആയിട്ട് പരിപാടി ചെയ്യും. ഒമിനിയുടെ ഗിയർ ബോക്സ് ആണ് ഏറ്റവും എളുപ്പം, പെട്ടെന്ന് അടിക്കാൻ വേണ്ടി. ഓക്കെ. പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാ സ്ഥലത്തും അവിടെ ജോയിൻ സ്റ്റാറിന്റെ പണി. ഇവിടെ ഇപ്പം നമ്മുടെ ഇത് കയറ്റാൻ വേണ്ടി, ഗിയർ ബോക്സ് കയറ്റാൻ വേണ്ടി പെട്ടെന്ന് കേട്ടോ. ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കില്ലേ, പെട്ടെന്ന് കേട്ടി ഇപ്പൊ കയറ്റാനുള്ള. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് ആണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ലച്ച് പണി കഴിഞ്ഞു. ലിവിന് നല്ല കപ്പ ബിരിയാണി ഒക്കെ തിന്നിട്ട് പമ്പ ക്ഷീണം ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് അവനെ കഴുകി ക്ലീൻ ആക്കാൻ വേണ്ടി. അതിത്തെ പോവാ. പിന്നെ ഇനി എഞ്ചിൻ ഭാഗത്ത് വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടെ. ഇനി എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നീ ഗിയർ ബോക്സ് ഇട്ടും സ്റ്റാർട്ടർ നമ്മൾ പിടിപ്പിക്കുന്നില്ല. സ്റ്റാർട്ടർ ഒന്ന് ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ആക്കി ഇട്ടേക്കാം. പിന്നെ നമ്മൾ ഒരു എൽബോ പിടിപ്പിക്കാൻ ബാക്കിയുണ്ട്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഒരു വീൽ സിലിണ്ടർ വന്നത് പുതിയ മോഡലായിരുന്നു വന്നത്. അത് മാത്രം ഒന്ന് ഇതാക്കണം. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അത് ചെയ്യാം. ബാക്കിയെല്ലാം ഇപ്പൊ തീരും. പിന്നെ മിറർ വന്നിട്ടുണ്ട്, മിറർ പിടിപ്പിക്കണം. പിന്നെ സ്ക്രൂ ഒക്കെ എന്ത് അതിൻ്റെ അകത്തില്ലായിരുന്നു. അല്ല മറ്റേ പഴയ ഇവിടെ ഉണ്ട്, പഴയതിന്റെ സ്ക്രൂ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതാ ഇതല്ലേ പുതിയത് വന്നതിന്റെ പുതിയതിനകത്ത്. ഇവിടെ ഇല്ലല്ലേ? ഇതിന്റെ ഇത് മാത്രമില്ല. പിന്നെ പഴയത് ഇവിടെ ഉണ്ട്, പഴയതിൻ്റെ അകത്തുണ്ട്. ഒറിജിനൽ പാർട്ടാണ്. ഇതാണ് ക്ലച്ച് വരുന്നത്. ഓക്കെ, അതായത് ഇതെല്ലാം സാധാ ഇത് തന്നെ. ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മൾ ക്ലച്ച് പെടലെ ചവിട്ടുമ്പോൾ ഇത് പെടലിന്റെ അവിടെ ആയിരിക്കും കണക്ഷൻ. ഇത് ക്ലച്ചിന്റെ ഫോർക്കിലോട്ട് കണക്ട് ചെയ്യും. അത് വർക്കാണ്. ആക്ഷൻ കണ്ടോ വലിക്കുമ്പോൾ ആക്ഷൻ കണ്ടോ? ചിലത് ടൈറ്റ് വരുമ്പോഴാണ് ചില വണ്ടിക്ക് ക്ലച്ച് ടൈറ്റ് വരാനുള്ള. ഇങ്ങനത്തെ വണ്ടിയുടെ ഒന്ന് കേബിൾ ജാം ഉണ്ടെങ്കിൽ ക്ലച്ച് ടൈറ്റ് വരാം. പിന്നെ ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ് ഇല്ല, നമ്മളിപ്പം ഈ ഒരു ക്ലച്ച് കേബിളിന് 220 രൂപ കേട്ടോ പ്രൈസ്. ക്ലച്ചൊക്കെ ചവിട്ടുമ്പോൾ നല്ല പഴം പോലെ ഇരിക്കും അല്ലേ? നല്ല ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ക്ലച്ച് നല്ല സ്മൂത്തായിരിക്കും. ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശീലിച്ചത്. അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ പുതിയ ഹെഡ് ലാമ്പ് 2 പിന്നെ അതുപോലെ ചേട്ടേ പിന്നെ 2-3 പേര് സംശയം ചോദിച്ചേ, ആ 2500 സംതിങ് പറഞ്ഞ ഹെഡ് ലാമ്പ് 2 ഒരെണ്ണത്തിനാണോ ചേട്ടേ? അത് ഒരെണ്ണത്തിനാണോ 2 എനിക്ക് അറിയില്ലാത്തോണ്ട് ചോദിച്ചാൽ ഗൈസ്. അപ്പം കഴിഞ്ഞ ദിവസം കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ആ ഹെഡ് ലാമ്പിന് 2 ഒരെണ്ണത്തിനാണോ പൈസ എന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇപ്പം പറഞ്ഞുതരാം. അത് ഐത്തേടെ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയായിട്ട് ഒരെണ്ണത്തിനല്ലേ? എത്ര? 2199. അത് തന്നെയായി 4000 ആണല്ലേ രൂപയുടെ അടുത്ത് 2000. പിന്നെ ഗ്രില്ലിന് 500 സംതിങ് രൂപയുണ്ട്. അന്നേരം ഇത് പിന്നെ അത് ഫിറ്റ് ചെയ്യുമ്പം ഇത് കണ്ടില്ല, ഇത് പഴയ മോഡലിന്റെ ഇതാണ്. ഇതെല്ലാം കട്ട് ചെയ്യണം. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം പിടിപ്പിക്കാൻ. അത് അടുത്ത ദിവസം നമുക്ക് പിടിപ്പിക്കാം. 2 അന്നേരം ന്യൂസ് പേപ്പർ ആക്കാൻ ഇത്രേ ഉള്ളൂ. 2400 അല്ല
400-400 വരും. ആ 2 ലൈറ്റിന് മാത്രം. ലൈറ്റ് ഏകദേശം വരും. അതിൻ്റെ അകത്ത് മറ്റേ ലൈറ്റ് ഇല്ലല്ലോ, മറ്റേ ഇത് ഫ്രെയിം മാത്രമാണ്. ബൾബ് എക്സ്ട്രാ ഇടണം. ആ പിന്നെ അതിന്റെ ഗ്രീൻ MGP 490-500 രൂപ. 490 അത്ര രൂപ വരും കേട്ടോ. ഒരെണ്ണത്തിന് 2 5000 രൂപയോളം വരും ഏകദേശം വരും. ഈ എന്താ ഇതിന്റെ പേര്? ജോൺ സ്റ്റാർ. ആ ജോൺ സ്റ്റാറിന്റെ എന്താ മാറ്റണം? ജോൺ സ്റ്റാർ മാറ്റുന്നു. ജോൺ സ്റ്റാർ മാറ്റണം. ഓ ഓ ഓ. അപ്പോൾ നമ്മുടെ ബാബുവാണ് ജോൺ സ്റ്റാർ മാറ്റുന്നത്. കൊടുക്കുന്നതിന്റെ ഷാഫ്റ്റ് ഡ്രൈവ് കൊടുക്കുന്ന പുറകിത്തെ വീലിൽ നിന്നല്ലേ. അന്നേരം ഡ്രൈവ് എടുക്കുന്നത് ഷാഫ്റ്റ് ആണ്. ഓ ഓ ഓ. ഓബിറ്റ് ബേക്ക് വീലുള്ളൂ അല്ലേ? ഈ സമയത്ത് നമ്മുടെ കൊച്ചേറ്റ് ഇവിടെ പണിയുന്നുണ്ട്. എന്ത് ചെയ്യുവാടാ? ആ അപ്പം ക്ലച്ചിൻ്റെ ഇത് നമ്മുടെ പഴയ ക്ലച്ച് കേബിളിൻ്റെ അവസ്ഥ ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ. എങ്ങനെ ഉണ്ടോ? എല്ലാം എടുത്തു വെച്ചു കേട്ടോ, എല്ലാം ഉപകാരത്തിൽപ്പെടും. കാരണം ഇതൊന്നും വലിയ കുഴപ്പമില്ല മാറ്റും അല്ലേ ഏട്ടേ? ചിലതിനൊന്നും വലിയ കുഴപ്പങ്ങളില്ല, ചിലതിന് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ ഐറ്റത്തിന് വലിയ കുഴപ്പമില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത സാധനത്തിനെല്ലാം ഭയങ്കര കുഴപ്പമാണ്. നമ്മുടെ അനിയും കുളിപ്പിച്ച് ലാസ്റ്റ് കൊച്ചില്ലാതായി ഗൈസ്. മക്കളെ സത്യമായിട്ട് ക്ലീൻ ആക്കിയിട്ട് പറഞ്ഞു തന്നെ എന്തെങ്കിലുമൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നിങ്ങൾ ഇവിടെ വീഡിയോ ചെയ്തപ്പോ തന്നെ എനിക്ക് പേടിയാണ്, പല സാധനങ്ങളും കാണാനും. ഞങ്ങൾ ഒരു സ്ഥലത്ത് എടുത്തു വെച്ച ഇന്ന് വന്ന് നോക്കുമ്പോ എല്ലാം കൂട്ടി കളത്തി. എന്താ പറയാ, കഷ്ടപ്പാടിൽ ഊരാൻ ശ്രമിച്ച് നടന്നില്ല, പക്ഷെ ഇന്ന് ഊരി. പിന്നെ മിറർ നമ്മുടെ മറ്റേ പഴയ ജോയിൻ സ്റ്റാർ മാറ്റി പുതിയ ജോയിൻ സ്റ്റാർ വെച്ചു കേട്ടോ. ജോയിൻ സ്റ്റാർ ഈ ഒരു ഇതിൻ്റെ അകത്താട്ടോ ജോയിൻ സ്റ്റാർ വരുന്നത്. ഒരു ജോയിൻ